Hello everyone, welcome to another case study series. നമ്മൾ അടുത്തൊരു കേസ് സ്റ്റഡി നോക്കാൻ പോകുന്നു. Let's see. Dr. Mehra is a senior drug developer at leading pharmaceutical company in India. Renowned for the producing various medication, including life-saving drugs, critical for the treating chronic and rare diseases. അതായത് ഒരു ലൈഫ് സേവിങ് ഡ്രഗിനുള്ള ഒരു പ്രൊഡ്യൂസിങ് കമ്പനിയാണ്, ഒരു ക്രിട്ടിക്കൽ pharmaceutical company in India. Since its inception, the company has emphasized the quality and affordability of its drug. അവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റിയാണ് പ്ലസ് അവൈലബിലിറ്റി, മീൻസ് പ്രൈസും കാര്യങ്ങളെല്ലാം. Recently, under the revised government guidelines, pharmaceutical company are required to mark a finished product only after obtaining satisfactory result. ഇത് ശ്രദ്ധിക്കുക, സാറ്റിസ്ഫാക്ടറി റിസൾട്ട് എന്താണ് പറഞ്ഞത്? കമ്പനികൾ ഈ ഒരു ക്രൈറ്റീരിയയ്ക്ക് ശേഷം മാത്രമാണ് റിലീസ് ചെയ്യാൻ പറ്റും മെഡിസിൻസ്. എന്താണ് ക്രൈറ്റീരിയ? സാറ്റിസ്ഫാക്ടറി റിസൾട്ട്. Additionally, they must retain a sufficient quantity of samples of both intermediate and finished final product to allow the repeated testing or verification of the batch. Dr. Mehra team is in the final stage of developing a new medication for the rare but life-threatening disease. This drug has shown promising result in the clinical trial. However, there have been unresolved concerns. അതായത് അവിടെ കുറച്ചൊരു കൺസേൺ ഉണ്ട് about long-term side effect. അതായത് ലോങ് ടൈം സൈഡ് എഫക്റ്റിനെ പറ്റിയൊരു കൺസേൺ ഉണ്ട്. ഒബ്സർവ്ഡ് ഇൻ ദ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ ട്രയൽ സബ്ജക്ട്. ഒരു 100% ട്രയൽ നടത്തിയാൽ ചെറിയൊരു പെർസെൻറ്റേജ് കണക്കിൽ അവർക്ക് എന്തുണ്ട്? കൺസേൺ ഉണ്ട്. ഡിസ്പൈറ്റ് ദിസ്, ദ കമ്പനി ഹാസ് നോട്ട് റിലീസ്ഡ് എനി മേജർ ഡ്രഗ് ഇൻ ദ പാസ്റ്റ് ഡിക്കേഡ്സ്. കഴിഞ്ഞ 10 വർഷത്തേക്കുള്ളായിട്ട് നമ്മുടെ കമ്പനി മേജർ ഡ്രഗ്സ് ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. സോ കമ്പനിയുടെ നിലനിൽപ്പിന് ഡ്രഗ് റിലീസ് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ലീഡിങ് ടു സിഗ്നിഫിക്കന്റ് പ്രഷർ ഫ്രം ദ ബോർഡ് മെമ്പേഴ്സ് ടു എക്സ്പീഡിയേറ്റ് ദ ഡ്രഗ് റിലീസ്. ബോർഡ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ ഡ്രഗ്സ് എത്തിക്കാൻ, മെഡിസിൻ എത്തിക്കാൻ, കാരണം കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി. കഴിഞ്ഞ ഒരു 1 ഡിക്കേഡ്സ് മോറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു തരത്തിലുള്ള മെഡിസിൻസും മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല. ഇതാണ് അവസ്ഥ. അതായത് ഒരു കമ്പനി ലൈഫ് സേവിങ് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിലീസ് ചെയ്യാൻ നിൽക്കുന്നു, പക്ഷെ ട്രയലിൽ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കൺസേൺ ഉണ്ട്. അതായത് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ആയിട്ടില്ല. പക്ഷെ കമ്പനിയുടെ നിലനിൽപ്പിൻ്റെയും ബോർഡ് മെമ്പേഴ്സിൻ്റെയും പ്രഷർ കൊണ്ട് we have to proceed the release. എന്ത് ചെയ്യും? ഫസ്റ്റ്, ഐഡന്റിഫൈ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ above case studies. ഒന്നുമില്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് മാത്രം ചെയ്താൽ മതി. അതിന്റെ കൺസേൺസോ കാര്യങ്ങളോ എക്സ്ട്രാ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഡിസ്കസ് ദ എത്തിക്കൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ഡോക്ടർ മെഹ്റ. ഡോക്ടർ മെഹ്റ ഫേസ് ചെയ്യുന്ന എത്തിക്കൽ ഇഷ്യൂ. Again, Dr. Mehra facing an ethical issue. Ethical dilemma അല്ല, ethical issue. Analyze the options available to Dr. Mehra in the above case studies. എന്നത്തെയും പോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിനകത്തുള്ളത്, ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾ ബെസ്റ്റ് ചൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. കേസ് സ്റ്റഡി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങളുടെ കേസ് സ്റ്റഡി സ്വന്തമായിട്ട് എഴുതുക. അതിനുശേഷം മാത്രം ആൻസർ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. തുടങ്ങാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രോ. കേസ് സ്റ്റഡി നമുക്ക് മനസ്സിലായി എന്ന് നമ്മൾ എക്സാമിനറിനെ ധരിപ്പിക്കണം. ദിസ് കേസ് സ്റ്റഡി റെപ്രസെന്റ് റിഗാർഡിംഗ് ദ മെഡിക്കൽ എത്തിക്സ്. ശരിയാണ്, ഇറ്റ്സ് റിഗാർഡിംഗ് ദ മെഡിക്കൽ എത്തിക്സ്. ഏത് പ്രൊഫഷണൽ എത്തിക്സ് ആണോ ആ എത്തിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ഹോൾഡ് ചെയ്യുന്നു. വിച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻ മെഡിക്കൽ സയൻസ് ടു എൻഷുർ പബ്ലിക് സേഫ്റ്റി ആൻഡ് ട്രസ്റ്റ്. ഇതൊരു മെഡിക്കൽ റിലേറ്റഡ് കേസാണ്. സോ മെഡിക്കൽ എത്തിക്സ് അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ സയൻസ് ടു എൻഷുർ പബ്ലിക് സേഫ്റ്റി ആൻഡ് ട്രസ്റ്റ്. പബ്ലിക്കിന്റെ സേഫ്റ്റി ആൻഡ് ട്രസ്റ്റ് എൻഷുർ ചെയ്യലാണ് അതിലും ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, നമുക്ക് യെസ്റ്റർഡേ മനസ്സിലായി, ഇത് മതി. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ എക്സാമിന് മനസ്സിലാവും, നിങ്ങൾക്ക് കേസ് സ്റ്റഡി മനസ്സിലായിട്ടുണ്ട്. ഇത്രേ വേണ്ടു നമുക്ക് ഇൻട്രോയിൽ. അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി, കാരണം പറഞ്ഞിട്ടുള്ളവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഡോക്ടർ മെഹ്റ, ഓഫ് കോഴ്സ് ഡോക്ടർ മെഹ്റാസ് ടീം, ബോർഡ് മെമ്പേഴ്സ്, ദാറ്റ് ഈസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഗവൺമെന്റ് ആൻഡ് പബ്ലിക് അറ്റ് ലാർജ്. പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക? ലിസ്റ്റ് ഡൗൺ ചെയ്യുക. എഗെയിൻ ഐ സെയിങ്, പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. പ്രയോറിറ്റി അനുസരിച്ച്. കേസിലേക്ക് പോവാം.
എന്തൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് ആര് ഡോക്ടർ മെഹ്റ? ഫസ്റ്റ്, ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി. ഇഫ് യു ആർ എ ഇന്റലക്ച്വൽ പേഴ്സൺ, if you are a knowledgeable person, you should uphold the public safety and public trust. സോ അത് ഏത് ടൈമിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ആ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യണം. സോ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി, ഇന്റലക്ച്വൽ മാത്രമല്ല അതിന്റെ കൂടെ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യാന്നുള്ള ഒരു ഫസ്റ്റത്തെ എത്തിക്കൽ ഇഷ്യൂ ആണത്. ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്. ആസ് മെഹ്റാസ് നോസ് ദാറ്റ് ദർ ആർ സം അൺറിസോൾവ് കൺസേൺ, അതായത് പബ്ലിക് സേഫ്റ്റി ആൻഡ് പബ്ലിക് ട്രസ്റ്റ് ഇറോഡ് ചെയ്യുന്ന എന്തോ ഒരു എലമെന്റ്, അൺറിസോൾവ് കൺസേൺ ഇതിനകത്തുണ്ട്. സോ റിഗാർഡിംഗ് ദ ലോങ് ടൈം സൈഡ് എഫക്ട്, ഇതെന്താണ് ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. അത് അഡ്രസ് ചെയ്യാതിരിക്കുന്നതും അത് പറയാതിരിക്കുന്നതും. Next, loyalty towards company. You are working for a one particular company. Either you have to loyal to the company. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൺസേൺ റേസ് ചെയ്യണം. കൺസേൺ റേസ് ചെയ്താൽ എന്താ പ്രശ്നം? ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, കമ്പനി റെപ്യൂട്ടേഷനെ ബാധിക്കും. സോ ലോയൽറ്റി ടുവേർഡ്സ് കമ്പനി എങ്ങനെ? ടു മെയിൻറ്റെയിൻ ദ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആസ് കമ്പനി നോട്ട് റിലീസ് നോ മേജർ ഡ്രഗ്സ് റീസെന്റ്. റീസെന്റ് ആയിട്ട് ഒരു മേജർ ഡ്രഗ്സ് റിലീസ് ചെയ്തിട്ടില്ല, നമ്മുടെ റെപ്യൂട്ടേഷനെയും ബാധിക്കും. സോ ഇതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്, എത്തിക്കൽ ഇഷ്യൂ. സോ ആസ് എ റെപ്യൂട്ടഡ് സീനിയർ സ്റ്റാഫ് എന്ന രീതിയിൽ കമ്പനി റെപ്യൂട്ടേഷൻ, കമ്പനി പ്രോഫിറ്റ്, ഇത് ലെജിറ്റിമേറ്റ് ആണ്, ലീഗൽ ആണ്. സോ ഇത് അപ്ഹോൾഡ് ചെയ്യാന്നുള്ളതും ഇസ് പാർട്ട് ഓഫ് അവർ പ്രൊഫഷണൽ എത്തിക്സ്. Hence, loyalty towards company is another ethical issue. Then, patient safety is another major ethical issue. As long as its effect might be hazardous. As long as its effect might be hazardous. ഏത് തരത്തിൽ ചെറിയ പെർസെൻറ്റേജിനാണെങ്കിൽ പോലും പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യും നമുക്കറിയില്ല. സോ അടുത്ത ഒരു കൺസേൺ ആണ് പേഷ്യന്റ് സേഫ്റ്റി. ദെൻ വയലേഷൻ ഓഫ് ലോ. എങ്ങനെ? ആസ് ഗവൺമെന്റ് ഗൈഡ്ലൈൻസ് ക്ലിയർലി സേസ് ലോഞ്ചിങ് ഓൺലി ആഫ്റ്റർ സക്സസ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട്. ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? എഗൈൻസ്റ്റ് ലോ ആയി മാറും. കാരണം നിയമത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത ബൈപ്പാസ് ചെയ്താണ് ഇത്. അനദർ ethical issue is poor cooperative governance. How do we justify this? Board members caring only about company and not the public. ഇതൊരു അടുത്ത എത്തിക്കൽ ഇഷ്യൂ ആണിത്. ആസ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന രീതിയിൽ ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന തിയറി ഉണ്ട്. പ്ലാൻ, പ്രോഫിറ്റ്, പീപ്പിൾ, ഈ മൂന്ന് കാര്യങ്ങളായിരിക്കണം അവരുടെ മെയിൻ ക്രൈറ്റീരിയ. അതിനകത്ത് പീപ്പിൾ വയലേറ്റ് ചെയ്യാണ്. Hence, it is against the poor cooperative governance. Hence, it's against the cooperative governance. So, it's lead to the poor cooperative governance. Last and final, brand value. How term brand value might affect it long-term side effect happen as company emphasize the quality. ഇങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ വിഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ആണ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്യാണ്. Then it lead to brand value erosion. ഇത്രയും എത്തിക്കൽ ഇഷ്യൂ ഇതിനകത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞത് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. എന്തൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂ? നിങ്ങൾക്ക് അറിയാൻ സ്വാഭാവികമായിട്ടും എത്തിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് എന്തൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നു, ഓക്കെ, എന്തൊക്കെ എത്തിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പ്രശ്നങ്ങളായി തോന്നുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. 1 ലൈൻ എക്സ്പ്ലനേഷൻ അത് മതി, അതിൽ കൂടുതൽ വേണ്ട, അത്രേ ചോദിച്ചിട്ടുള്ളൂ. വേറെ മെഹറിന്റെ പാസ്റ്റോ പ്രസന്റോ വേറെ ഒന്നും നിങ്ങൾ എഴുതാൻ പോരുത്. എഴുതാൻ തോന്നും, ലിമിറ്റഡ് സ്പേസ് ആണ്, ലിമിറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചതിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതുക. ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ടു ഡോക്ടർ മെഹ്റ? എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇത് പറയാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ നമ്പർ 1, ഗിവ് പ്രഷർ ആൻഡ് എക്സ്പീഡിയേറ്റ് ഡ്രഗ് റിലീസ്. എന്ത് ചെയ്യാം? ആസ് കമ്പനി ബോർഡ് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പീഡിയേറ്റ് ഡ്രഗ് റിലീസ്, എത്രയും പെട്ടെന്ന് ട്രയൽ പൂർത്തീകരിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡ്രഗ് റിലീസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബോർഡ് മൈറ്റ് ഗെറ്റ് ബൂസ്റ്റ്. കമ്പനി ബോർഡിന്റെ അത് ഉപകാരമാണ്. പോസിബിൾ ബെനിഫിറ്റ് ടു ഡോക്ടർ മെഹ്റ ആൻഡ് ടീം. ഈ ടീമിന് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി അല്ലെങ്കിൽ എനി അതർ ആക്ഷൻ അവർക്ക് പ്രൊമോഷനോ കാര്യങ്ങളോ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ബിക്കോസ് റീസെന്റ് കമ്പനി യാതൊരു തല ഡ്രഗും റിലീസ് ചെയ്തിട്ടില്ല. സോ ഇതൊരു കമ്പനിക്ക് അസറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് ഫോർ ത്രെട്ടനിങ് ഡിസീസ് ഈസ് അവൈലബിൾ ഇൻഷുർ. അതായത് കമ്പനിയുടെ തന്നെ അജണ്ട ആയിട്ടുള്ള അഫോർഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യാണ് ഇതിൽ കൂടെ. അതിനകത്ത് ക്വാളിറ്റി പറഞ്ഞിട്ടില്ല, പക്ഷെ അഫോർഡബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ കോൺസ്?
മൈറ്റ് എൻഡേഞ്ചർ പേഷ്യന്റ് സേഫ്റ്റി ഇൻ ലോങ് ടേം. കുറച്ചെങ്കിൽ കുറച്ച് പേഷ്യൻസിന് അതൊരു ത്രെട്ടനിങ് ഡിസീസിലേക്ക് മാറും. വയലേഷൻ ഓഫ് ഗൈഡ് ലൈൻസ് എങ്ങനെ? സാറ്റിസ്ഫാക്ടറി റിസൾട്ട് എന്നൊരു ക്രൈറ്റീരിയ നമ്മൾ വയലേറ്റ് ചെയ്യണം. ഓപ്ഷൻ നമ്പർ 2. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രോസും പറഞ്ഞു കോൺസും പറഞ്ഞു. നമ്മുടെ അടുത്ത് എത്ര ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം 3 ഓപ്ഷൻ വരെ നമുക്ക് പറയാം. സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണ്? ഡ്രഗ് റിലീസ് ഫാസ്റ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിന്റെ ഗുണവും പറഞ്ഞു ദോഷവും പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ, എന്ത് ഓപ്ഷൻ എടുക്കാം? ബ്ലാങ്ക് റെഫ്യൂസൽ ഫ്രം എക്സ്പീഡിയന്റ് റിലീസിങ്. എങ്ങനെ? നമ്മളെല്ലാം നിർത്തിവെക്കുകയാണ്. ബ്ലാങ്ക് റെഫ്യൂസൽ ഫ്രം എക്സ്പീഡിയന്റ് റിലീസിങ്, പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ബ്രേക്ക് ചെയ്യാണ്. പകരം നമ്മൾ സാറ്റിസ്ഫാക്ടറി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ. നിങ്ങളൊരു സീനിയർ സ്റ്റാഫാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കമ്പനിയുടെ പ്രോഫിറ്റ്. നിങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നതും നിങ്ങൾ സർവൈവ് ചെയ്യുന്നതും ബേസ്ഡ് ഓൺ ദെയർ റെമ്യൂണറേഷൻ. അവർ തരുന്ന സാലറി കൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ വിഷനായാലും കാര്യങ്ങളാണെങ്കിലും ജീവിത നിലവാരമാണെങ്കിലും പ്രോപ്പറായിട്ട് സർവൈവ് ചെയ്തു പോകുന്നത്. ഇതൊരു വശത്ത്. ഇത് കൂടാതെ ഇത്രയും നാളായിട്ട് ഈ ഒരു ടീം, ഡോക്ടർ മെഹ്റ ആൻഡ് ടീം, ഒരു ഡ്രഗ് എക്സ്പെരിമെന്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ഫോർമുല കറക്റ്റായി ട്രയൽ ചെയ്ത് വരുമ്പോഴേക്കും മിനിമം ഒരു 5 to 10 years എടുക്കും. ഇത്രയും ആൾക്കാരെ സാലറി, ഇത്രയും മെഷീനറീസ്, ഇത്രയും ഫങ്ഷൻസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ നല്ലൊരു ശതമാനം റിസോഴ്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു ബ്ലാങ്കറ്റ് റെഫ്യൂസലായിട്ടും കളയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ കളഞ്ഞാൽ നാളെ ഒരു എൻക്വയറി കമ്മീഷൻ മുമ്പിൽ നിങ്ങൾക്ക് ഉത്തരമില്ല. ഇത് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ കളഞ്ഞു, ഇത് എന്തിന് കളഞ്ഞു? നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് ബി സേ വൈ. സോ ഇങ്ങനെ ചെയ്താൽ, അതായത് ഇവിടെ ബ്ലാങ്ക് റെഫ്യൂസൽ ചെയ്യുവാണ്, എന്ത് പറ്റും? പേഷ്യന്റ് സേഫ്റ്റി ഈസ് എൻഷുർഡ്. പേഷ്യൻസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, പബ്ലിക് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ഇൻ ലൈൻ വിത്ത് മെഡിക്കൽ എത്തിക്സും എൻഷുർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിന് പ്രശ്നം പറ്റുന്നത്? ബ്രാൻഡ് വാല്യൂ ഓഫ് ദ കമ്പനി ഡിറ്റോറിയേറ്റ്. റീസെന്റ് നമ്മൾ ഒരു മരുന്ന് ഇറക്കിയിട്ടില്ല, ഇപ്പൊ ഇറക്കുന്നില്ല. സോ ബ്രാൻഡ് വാല്യൂ ഡിറ്റോറിയേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ്, ബോർഡ് മെമ്പേഴ്സ് മൈ ടേക്ക് അഡ്വേഴ്സ് സ്റ്റെപ്പ് അഗൈൻസ്റ്റ് ഡോക്ടർ ആൻഡ് ഡോക്ടർ ഹിസ് ടീം. അതായത് ഡോക്ടർ മെഹ്റയ്ക്കും ടീമിനെതിരെ പോസിബിൾ ആക്ഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം റിലീസ് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നിട്ടും കമ്പനിയുടെ റെപ്യൂട്ടേഷനും ലോസും കാരണമായി തരുന്ന ഈ ടീമിനെതിരെ ഡെഫിനറ്റ്ലി ബോർഡ് മെമ്പേഴ്സ് മൈ ടേക്ക് ആക്ഷൻ. നമുക്കറിയില്ല, ഇതാണ് ഒരു പോസിബിൾ കോൺസ്. മൂന്നാമത്തെ ഓപ്ഷൻ. സോ നെക്സ്റ്റ് ഓപ്ഷൻ നമ്പർ 3. നമുക്കറിയാം ഈ 3 ഓപ്ഷൻ പറഞ്ഞു. ആദ്യത്തെ 2 ഓപ്ഷൻ പറയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യത്തെ 2 ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞ ആ 2 ഓപ്ഷനും യാതൊരു തരത്തിലും എത്തിക്കൽ പ്രിൻസിപ്പിളിനോട് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. വായിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം ആ ഓപ്ഷൻ അല്ല എടുക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് മുമ്പിലുള്ള ഓപ്ഷൻ കൊടുത്തു, ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്, ഇതിന് ഇന്ന മാത്രം പ്രോസ് ഉണ്ട് കോൺസ് ഉണ്ട്. സോ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിഫേർഡ് ഓപ്ഷൻ ആയിരിക്കണം. പ്രാക്ടിക്കലി ജസ്റ്റിഫൈഡ് ആവാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൺവിൻസിങ് ആയിരിക്കണം. ഓക്കെ, സോ എന്താണ് ആ മൂന്നാമത്തെ ഓപ്ഷൻ? ടേക്ക് ബോർഡ് മെമ്പേഴ്സ് ഇൻ ടു കോൺഫിഡൻസ് റിഗാർഡിംഗ് റിപ്പർക്കൻഷൻ. അറ്റ് സെയിം ടൈം എക്സ്പീഡിയേറ്റ് സ്റ്റഡി ഓൺ ലോങ് ടേം എഫക്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ബോർഡ് മെമ്പേഴ്സ് ടേക്ക് ബോർഡ് മെമ്പേഴ്സ് ഇൻ ടു കോൺഫിഡൻസ് റിഗാർഡിംഗ് റിപ്പർക്കൻഷൻ. അതായത് ഇതിന്റെ കോൺസിക്വൻസ് നേരിടാൻ പാകത്തിന് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. നമ്മളിത് റിലീസ് ചെയ്യണം എന്നല്ല പറയുന്നത്, ഇതിന്റെ കോൺസ് ആൻഡ് പ്രോസ് പറഞ്ഞു മനസ്സിലാക്കി. ഓക്കെ, 2 കാര്യങ്ങൾ എൻഷുർ ചെയ്യണം. ഒന്ന്, കോൺഫിഡൻസ് റിഗാർഡിംഗ് റിപ്പർക്കഷൻ പ്ലസ് എക്സ്പീഡിയേറ്റ് സ്റ്റഡി. അതായത് നമ്മൾ ബോർഡ് മെമ്പേഴ്സ് 2 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഒന്ന്, ലോങ് ടൈം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഡ്രഗ് ട്രയൽ ചെയ്യാൻ സ്റ്റഡി മാക്സിമം നമ്മൾ സ്പീഡ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ കോൺസിക്വൻസ്, അതായത് എന്തൊക്കെ തരം, അതായത് നമ്മൾ ഒരു ട്രയൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പബ്ലിക്കലി കൊടുക്കാത്ത ഈ ഇൻഫർമേഷൻ ബോർഡ് മെമ്പേഴ്സിലേക്ക് കൈമാറുക, ഇതിന്റെ കോൺസിക്വൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ. നമ്മൾ ഡ്രഗ് റിലീസ് ചെയ്യാൻ സമ്മതിച്ചു, ലോങ് ടേം സൈഡ് എഫക്റ്റിലേക്ക് ബാധിക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന്, ഇമ്മീഡിയറ്റ് അല്ല, ആ സ്റ്റഡി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ നമ്മൾ ഓർഡർ കൊടുത്തു. ഓക്കെ, അതായത് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ പുറത്തുവിടുകയുള്ളൂ, പക്ഷെ അത് കുറച്ച് സ്പീഡ് ആക്കുന്നു. അറ്റ് സെയിം ടൈം ഈ സ്പീഡ് ആക്കുമ്പോൾ ടൈം ടേക്കൻ ആണ്
പ്രോസസ്സ്. സോ ഈ ബോർഡ് മെമ്പേഴ്സിന് നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമൽ ഡേറ്റ, ഓക്കെ, നമ്മുടെ കയ്യിൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് ഇതിന്റെ റെപ്പർക്കേഷൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതിനകത്ത് രണ്ട് പോസിബിൾ ആണുള്ളത്. പ്രോസ് എന്തൊക്കെ സംഭവിക്കാം നല്ലത്. ബോർഡ് മെമ്പേഴ്സ് മൈറ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗിവ് മോർ ടൈം. ബോർഡ് മെമ്പേഴ്സ് മനസ്സിലാവും നമ്മുടെ റെപ്യൂട്ടേഷൻ വൺസ് നമുക്ക് പോയി കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് ഡിക്കേറ്റ്സ് എടുക്കും. സോ അതുകൊണ്ട് കുറച്ച് സമയം അലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ട്, എക്സ്പീരിയൻസ് സ്റ്റഡി വെൽ റിസോൾവ് കൺസേൺ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ. അതായത് എക്സ്പീരിയൻസ് സ്റ്റഡി വിൽ റിസോൾവ് കൺസേൺ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ. അതായത് സാറ്റിസ്ഫാക്ടറി റിസൾട്ടിനോട് അടുത്ത് നിൽക്കാൻ നമുക്ക് എന്ത് പറ്റും, എക്സ്പീരിയൻസ് സ്റ്റഡി പറ്റും. ഇമ്മീഡിയറ്റ് റിസൾട്ടിന് പകരം എക്സ്പീരിയൻസ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഫർ ചെയ്യണം. എന്തൊക്കെയാണ് കോൺസ്, ഇതിന്റെയും രണ്ട് തല നമ്മൾ പറഞ്ഞിരിക്കണം. ഡിലേഡ് ഇൻ ഡ്രഗ് റിലീസ് പോസിബിൾ ആണ്, ചെറിയൊരു ഡിലേ വരും. ബോർഡ് മെമ്പേഴ്സ് മൈറ്റ് നോട്ട് എഗ്രി ആൻഡ് അഫക്ട് കമ്പനി റെപ്യൂട്ടേഷൻ. ബോർഡ് മെമ്പേഴ്സ് പറഞ്ഞിരിക്കാം ഇതിൽ കുളിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡ്രഗ് റിലീസ് ചെയ്തേ പറ്റുള്ളൂ, രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കേണ്ടി വരികയാണ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 3 ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഡ്രഗ് റിലീസ് ചെയ്യാണ്, പക്ഷേ എത്തിക്കൽ പ്രിൻസിപ്പിളിനോട് ബാധിക്കുന്നില്ല. ഓപ്ഷൻ നമ്പർ 2, ബ്ലാങ്കറ്റ് റെഫ്യൂസൽ. ഓക്കെ, ഇത് എത്തിക്കൽ പ്രിൻസിപ്പിളിനോട് പിന്നെ അടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ പ്രൊഫഷണൽ എത്തിക്സ്, കമ്പനിയുടെ പ്രോഫിറ്റും റെപ്യൂട്ടേഷൻ നോക്കുമ്പോൾ നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എക്സ്ട്രീം എത്തിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ബ്ലാങ്കറ്റ് റെഫ്യൂസൽ ആണ് നോക്കേണ്ടത്. ശരിയാണ്, പബ്ലിക്കിന്റെ സേഫ്റ്റിയും ട്രസ്റ്റും തന്നെയാണ് നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ടത്. പ്ലസ് ഇതിലും ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ മൂന്നാമത്തെ കൊടുത്ത ഓപ്ഷൻ എന്താണ്, ബോർഡ് മെമ്പേഴ്സിനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, കൂടാതെ ഡ്രഗ് റിലീസ് ചെയ്യാൻ എക്സ്പീഡിയേറ്റ്, അതായത് കുറച്ചുകൂടി ടൈം അനുവദിച്ചുകൊണ്ട് ഫാസ്റ്റ് പ്രോസസ്സിങ് എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഈ 3 ഓപ്ഷൻ നമ്മൾ കൊടുത്തു. ഈ 3 ഓപ്ഷനിൽ നമ്മൾ ഇനി ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും, എന്തുകൊണ്ട്? ഓക്കെ, അപ്പം കേസ് ടു കേസ് ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് കേസിലാണ്, നമ്മൾ ഇതുവരെ ചെയ്തു വന്ന കേസിലാണ്. ഇതുവരെ ചെയ്തു വന്നതിൽ നമുക്ക് ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്കൊരു ഫിലോസഫിക്കലോ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടോ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഐ റീഡ് ഔട്ട് ഫോർ യു. Dr. Mehra should go option 3 to ensure that board members must understand the risk involved in it. എന്തുകൊണ്ടാണ്? കമ്പനിക്കും പബ്ലിക്കിനും ഒരേപോലെ ഗുണം കിട്ടുന്ന കാര്യമാണ് ഓപ്ഷൻ 3 ആണല്ലോ. എങ്ങനെ? Dr. Mehra should go to option 3 to ensure that board members must understand the risk involved in it if they still don't agree and pressure for the early release. നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു, സ്റ്റിൽ അവരെന്ത് ചെയ്യുന്നു, ഡിസഗ്രി ചെയ്യാണ്. നമ്മൾ ഡ്രഗ് റിലീസ് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ഇതൊരു അവസ്ഥയാണല്ലോ. നമ്മൾ 2 കാരണങ്ങളും പറയണം, കാരണം കേസ് ടു കേസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കേസുകളെല്ലാം ഇങ്ങനെയല്ല, നമുക്കൊരു ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്, ഓപ്ഷൻസ് മാറാം. മൂന്നാമത്തെ ഓപ്ഷൻ എഗ്രി ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെയാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി അല്ലെ കറേജ് കാണിക്കേണ്ടത്. ഡോക്ടർ മെഹ്റ ഷുഡ് ഗോ ബൈ ഓപ്ഷൻ 2 ആൻഡ് റെഫ്യൂസ് ഏർലി റിലീസ്. This is line with Cart categorical imperative, as human cannot be used as a means towards an end, as cooperative governance involve intellectual honesty and intellectual integrity. സെയിം 3 കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റിഫൈ ചെയ്തേക്കുന്നത്. അതായത് മെഹ്റ കമ്പനിക്കും പബ്ലിക്കിനും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഓപ്ഷൻസ് വെച്ചു. എങ്ങനെ? റെപ്ലിക്കേഷൻ റെഡി ആവുക, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 2, ഇവൻ ദോ ഇമ്മീഡിയറ്റ് അല്ലെങ്കിലും കുറച്ച് സമയം ചോദിച്ചിട്ട് ട്രയലും എക്സ്പെരിമെന്റും സ്പീഡപ്പ് ചെയ്യാം. ഇവൻ ദോ കുറച്ച് സമയം കൂടുതൽ എടുക്കുമെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ടറി റിസൾട്ടിനോട് അടുത്ത് നിൽക്കാൻ പറ്റും. ഇതിന് 2 കാര്യങ്ങളുണ്ട്. മേ ബി അക്സെപ്റ്റ് ചെയ്യാം ബോർഡ് മെമ്പേഴ്സ്, മേ ബി അക്സെപ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ചോദ്യകർത്താവ്, ചോദ്യമിട്ട ആൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനും ആൻസർ വേണം. അവിടെ ഒരു ഗ്യാപ്പ് കിടക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസറിനെ ക്രിട്ടിസൈസ് ചെയ്യാം. നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ സജസ്റ്റ് ചെയ്യും. ബോർഡ് മെമ്പേഴ്സ് അഗ്രി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ 2 എടുക്കണം, എടുത്തേ പറ്റുള്ളൂ അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, നിങ്ങളൊരു എത്തിക്കൽ വാല്യൂ അപ്ഹോൾഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെറിയ ഡാമേജ് സംഭവിക്കും. കാരണം നിങ്ങൾക്ക് ഒരു സെക്ഷൻ ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും ആ വാല്യൂ അപ്ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ കിട്ടുള്ളൂ. എല്ലാവരുടെ അടുത്തും റെക്കഗ്നൈസേഷൻ കിട്ടാൻ നിങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. സോ അതിനുള്ള കറേജും ഇന്റഗ്രിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ,
അവിടെയാണ് നമ്മൾ പഠിച്ച ഫിലോസഫീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഓപ്ഷൻ 2 മെഹ്റ അറ്റ് എനി കോസ്റ്റ് അപ്ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം മെഹ്റ ആസ് എ ഇൻഡിവിജ്വൽ സൊസൈറ്റിയുടെ പബ്ലിക് ട്രസ്റ്റും പബ്ലിക് സേഫ്റ്റിയും നോക്കിയേ പറ്റുള്ളൂ മെഡിക്കൽ എത്തിക്സിൽ പ്രകാരം. ആ എത്തിക്സ് അപ്ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ, ഈവൻ ജോബ് ലോസ് ചെയ്യുന്ന അവസരത്തിൽ പോലും. കാരണം ജോബ് ലോസ് ചെയ്യാതെ എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷനുള്ള ഒരു ഫോർമുല നമ്മൾ കൊടുത്തിരുന്നു, പക്ഷെ അത് അക്സെപ്റ്റബിൾ ആയില്ല. അതായില്ല എന്നതുകൊണ്ട് മെഹ്റയ്ക്ക് സെൽഫിഷ് ആയിട്ട് എന്ത് ചിന്തിക്കാൻ പറ്റില്ല. അത് എഗൻസ്റ്റ് എത്തിക്സ് ആണ്. ഇത് എത്തിക്സ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ദിസ് ഈസ് ലൈൻ വിത്ത് കാറ്റഗോറിക്കൽ ഇമ്പെരറ്റീവ് തിയറി. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച തിയറിയാണ്. എന്താണ് ഈ തിയറി, എന്താണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ, ഇത് എന്തിനെത് ഏതൊക്കെ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുമ്പോഴാണ് കാറ്റഗോറിക്കൽ ഇമ്പെരറ്റീവ് അല്ല എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അതൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഒറ്റ കാര്യം പറഞ്ഞാൽ ഞാൻ എടുത്ത തീരുമാനം, അതായത് ഓപ്ഷൻ 2 ഇൻ ലൈൻ വിത്ത് ദ കാറ്റഗോറിക്കൽ ഇമ്പെരറ്റീവ് തിയറി. അതിന് കാറ്റഗോറിക്കൽ ഇമ്പെരറ്റീവിൽ തന്നെ പറയുന്നുണ്ട് ആസ് ഹ്യൂമൻ കൻ നോട്ട് യൂസ് ആസ് എ മീൻസ് ടു എൻഡ്. അതായത് ഹ്യൂമണിനെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനോ വേറൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനോ ചെയ്യാൻ പാടില്ല. അത് വെർച്വൽ, അതായത് നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് എതിരെയാണത്. എല്ലാവർക്കും അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട് അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, സോ കാറ്റഗോറിക്കൽ ഇമ്പെരറ്റീവ് തിയറി പ്രകാരം യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെ? ഹ്യൂമൻ കനോട്ട് ബി യൂസ്ഡ് ആസ് എ മീൻസ് ടു എൻഡ്. അത് ഒന്നാമത്തെ ഫിലോസഫി. 2 ഞാൻ എന്താ പറഞ്ഞേ, ആസ് കോപ്പറേറ്റീവ് ഗവേണൻസ് ഇൻവോൾവ് ഇന്റലക്ച്വൽ ഹോണസ്റ്റി. ഇന്റലക്ച്വൽ ആയ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി ഹോണസ്റ്റി പ്ലസ് ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി അക്രോസ് ദ ടൈം ആൻഡ് സ്പേസ്. യു ഷുഡ് അപ്ഹോൾഡ് യുവർ വാല്യൂ അറ്റ് എനി കോസ്റ്റ്. ഈ 3 കാര്യങ്ങൾ വഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ 2 ഡോക്ടർ മെഹ്റ സ്റ്റാൻഡ് ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. ബട്ട് ശ്രദ്ധിക്കുക, എക്സ്ട്രീം കേസ് എടുക്കരുത് ആദ്യം തന്നെ. കാരണം വിൻ വിൻ സിറ്റുവേഷൻ, 2 പേർക്കും എത്തിക്കലി കറക്റ്റ് ആവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഓക്കെ, കാരണം ഇതൊരു കേസ് സ്റ്റഡിയാണ്. നിങ്ങൾ ഇത് എങ്ങനെ എത്രത്തോളം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അറിയാൻ വേണ്ടി. പക്ഷേ സിറ്റുവേഷൻ ഒട്ടും ഫേവറബിൾ അല്ല, നിങ്ങൾക്കെതിരെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എത്തിക്സ് അപ്ഹോൾഡ് ചെയ്യോ അതോ നിങ്ങളുടെ സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അപ്ഹോൾഡ് ചെയ്യോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്കലി ജസ്റ്റിഫൈ ആയിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കുക അറ്റ് എനി കോസ്റ്റ്. അതിൻ്റെ റെപ്പർക്കഷൻ, അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യാനും റെഡി ആയിരിക്കണം. കാരണം എൻഡ് ഓഫ് ദി ഡേ എത്തിക്സിലാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. സോ അടുത്തൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Gallant IAS, chasing your passion to ace.